സക്സസ് ഫയലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 88/2018. ആദ്യത്തെ ചോദ്യം, ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്ര? ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ്. 10 കിലോഗ്രാം. ചന്ദ്രനിൽ ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് ഭൂമിയിലെ ഭാരത്തിന്റെ 1/6 ഭാഗമായിരിക്കും. അങ്ങനെയാണ് ഓപ്ഷൻ എ വരുന്നത്, 10 കിലോഗ്രാം. ശുദ്ധമായ പാലിന്റെ pH മൂല്യം എത്രയാണ്? ശുദ്ധമായ പാലിന്റെ pH മൂല്യം 6.5 ആണ്. 6.5. കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം ഏത്? കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗമാണ് പീതബിന്ദു. ഓപ്ഷൻ ബി, പീതബിന്ദു. അപൂർവ ഇനത്തിൽപ്പെട്ട ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം എവിടെയാണ്? അപൂർവ ഇനത്തിൽപ്പെട്ട ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം ഓപ്ഷൻ സി ആണ്, കാസിരംഗയാണ്. കാസിരംഗ. പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? പ്രകാശവർഷം എന്തിന്റെ യൂണിറ്റ് ആണ്? ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. പ്രകാശവർഷം എന്നത് ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. ക്യാപ്രേക്കർ സ്ഥിരാങ്കം എന്നറിയപ്പെടുന്ന സംഖ്യ. ക്യാപ്രേക്കർ സ്ഥിരാങ്കം എന്നറിയപ്പെടുന്ന സംഖ്യ ഓപ്ഷൻ ഡി ആണ്, 6174. 6174. 2017 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്? 2017 ഓപ്ഷൻ എ ആണ് ഉത്തരം, പശ്ചിമ ബംഗാളാണ്. 2023 കർണാടകയാണ്. 2023 കർണാടക. ഭൗമശാസ്ത്രജ്ഞർ കണ്ടെത്തിയ 8ാമത്തെ വൻകര ഏത്? 8ാമത്തെ വൻകരയാണ് സീലാൻഡിയ. സീലാൻഡിയ. 8ാമത്തെ വൻകര സീലാൻഡിയ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ പവർ ഡ്രോൺ IIT ഖരഗ്പൂർ വികസിപ്പിച്ചു. പേരെന്ത്? ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ പവർ ഡ്രോണിന്റെ പേര് വികസിപ്പിച്ചത് IIT ഖരഗ്പൂർ ആണ്. പേരെന്താണ്? ഭീമാണ്. ഭീം. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ പവർ ഡ്രോൺ IIT ഖരഗ്പൂർ വികസിപ്പിച്ചു. പേര് ഭീം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാണ് മലപ്പുറം. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര സുസ്ഥിര ടൂറിസം വികസന വർഷം. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര സുസ്ഥിര ടൂറിസം വികസന വർഷം ഏതാണ്? 2017 ആണ്. 2017. 14ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് ജോൺ ഫെർണാണ്ടസ്. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വനിതാ ഹെൽപ്പ് ലൈൻ പദ്ധതി മിത്ര 181. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വനിതാ ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് മിത്ര 181. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ സംഗീതജ്ഞൻ. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ സംഗീതജ്ഞൻ ബോബ് ഡിലൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബോബ് ഡിലൻ. ചരിത്രത്തിൽ ആദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്ത ഭാഷ. ചരിത്രത്തിൽ ആദ്യമായിട്ട് UN ചാർട്ടർ വിവർത്തനം ചെയ്ത ഭാഷ ഏതാണ്? സംസ്കൃതമാണ്. സംസ്കൃതം. 2016 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2016 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണനാണ്. സി രാധാകൃഷ്ണൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? ഡോക്ടർ SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? ഡോക്ടർ SK വസന്തൻ. അടുത്ത ചോദ്യം, 2018 ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഭുവനേശ്വറാണ്. ഭുവനേശ്വർ. 2023 ഹോക്കി വേൾഡ് കപ്പിന് വേദിയായത് ഭുവനേശ്വറിലും റൂർക്കേലയുമാണ്. ഭുവനേശ്വരും റൂർക്കേലയുമാണ്. അടുത്ത ചോദ്യം,
അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ഈ പ്രതിഭ മറ്റൊരു മേഖലയിലാണ് തന്റെ കഴിവ് പ്രകടിപ്പിച്ചത്. മാസികയുടെ പേരെന്താണ്? സന്ദേശ് എന്നാണ്. സന്ദേശ് എന്ന പേരിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. സത്യജിത് റേ ആണ്. സത്യജിത് റേ. 1954 ലോകത്ത് ആദ്യമായിട്ട് GST നടപ്പാക്കിയ രാജ്യം. ലോകത്ത് ആദ്യമായിട്ട് GST നടപ്പാക്കിയ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ആണ് ലോകത്തിൽ ആദ്യമായിട്ട് GST നടപ്പിലാക്കിയ രാജ്യം. വർഷം ഏതാണ്? 1954 ആണ്. 1954. 2016 മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് നടവാതിൽ തുറന്നില്ല എന്ന ഗാനത്തിന്റെ രചയിതാവിനാണ്. ആരാണ് ആ രചയിതാവ്? ONV കുറുപ്പാണ്. സിനിമ എന്താണ്? കാമ്പോജി. 2016 മികച്ച ഗാന രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് നടവാതിൽ തുറന്നില്ല എന്ന ഗാനത്തിന്റെ രചയിതാവിനാണ്. ആരാണ് രചയിതാവ്? ONV കുറുപ്പ്. ഉദ്ഘാടന ഫലകങ്ങളിൽ VIP-കളുടെ പേര് വയ്ക്കുന്നത് നിരോധിച്ച സംസ്ഥാനം. ഉദ്ഘാടന ഫലകങ്ങളിൽ VIP-കളുടെ പേര് വയ്ക്കുന്നത് നിരോധിച്ചത് ഏത് സംസ്ഥാനമാണ്? പഞ്ചാബാണ്. പഞ്ചാബ്. സർക്കാർ പരിപാടികളിൽ മിനറൽ വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ച സംസ്ഥാനം. സർക്കാർ പരിപാടികളിൽ മിനറൽ വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ച സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. സിക്കിം. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ്. ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റ് മനസ്വിനിയാണ്. മനസ്വിനി. ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റ് ആണ് മനസ്വിനി. ഐക്യരാഷ്ട്ര സംഘടന ഏത് സംഗീതജ്ഞയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സ്മരണിക സ്റ്റാമ്പ് ഇറക്കിയത്? ഐക്യരാഷ്ട്ര സംഘടന ഏത് സംഗീതജ്ഞയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സ്മരണിക സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. MS സുബ്ബലക്ഷ്മിയുടേതാണ്. MS സുബ്ബലക്ഷ്മി. 1967 കേരള ലോട്ടറി ആരംഭിച്ച കാലത്ത് ലോട്ടറി ടിക്കറ്റിന്റെ വില എത്രയായിരുന്നു? 1 രൂപ. 1967 കേരള ലോട്ടറി ആരംഭിച്ച കാലത്ത് ലോട്ടറി ടിക്കറ്റിന്റെ വില 1 രൂപ. 5 വളയങ്ങൾ ആലേഖനം ചെയ്ത ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്ത്? ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ളയാണ്. വെള്ളയിൽ 5 വളയങ്ങൾ ആലേഖനം ചെയ്തതാണ് ഒളിമ്പിക്സ് പതാക. ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി. നീലം സഞ്ജീവ റെഡ്ഡി. ജൂതമതക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസ പ്രകടനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് സൂര്യകിരൺ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിയമലംഘന സമരം ഏതായിരുന്നു? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിയമലംഘന സമരം ചമ്പാരൻ സമരമാണ്. ചമ്പാരൻ സമരം. 1973 PJ ആന്റണിക്ക് ഭാരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏത്? 1973 PJ ആന്റണിക്ക് ഭാരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് നിർമാല്യം. ഓപ്ഷൻ ബി നിർമാല്യം. ഗുൽനാവ് കൊൽക്കത്ത പാസഞ്ചർ ട്രെയിൻ സർവീസ് ഏത് രാജ്യങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഗുൽനാവ് കൊൽക്കത്ത പാസഞ്ചർ ട്രെയിൻ സർവീസ് ഏത് രാജ്യങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ബംഗ്ലാദേശ്, ഇന്ത്യയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബംഗ്ലാദേശ്, ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗീസ് ആണ്. പോർച്ചുഗീസ്. അമ്പുകുത്തി മലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്? എടയ്ക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല ഏതാണ്? അമ്പുകുത്തി മലയാണ്. അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ വയനാടാണ്. അടുത്ത ചോദ്യം. ചരക്ക് സേവന നികുതി GST സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങിയത് എപ്പോഴാണ്?
ചരക്ക് സേവന നികുതി സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പാക്കി തുടങ്ങിയത് എപ്പോഴാണ്? 2017 ജൂലൈ 1 മുതലാണ്. 2017 ജൂലൈ മാസം 1 മുതലാണ് ചരക്ക് സേവന നികുതി അഥവാ GST സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങിയത്. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം 2012 ആണ്. 2012. കാലാവസ്ഥാ പഠനത്തിനും എയർക്രാഫ്റ്റ് രൂപകൽപ്പനയ്ക്കും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ. കാലാവസ്ഥാ പഠനത്തിനും എയർക്രാഫ്റ്റ് രൂപകൽപ്പനയ്ക്കും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഏതാണ്? സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. 2695 മീറ്റർ. അടുത്ത ചോദ്യം, ദക്ഷിണ ഭഗീരഥി തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതോ അതുപോലെ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പമ്പയാണ്. പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പമ്പ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം ഏതാണ്? സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം അമാവാസിയാണ്. അമാവാസി. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ള ആകാശഗോളം ഏതാണ്? ശുക്രനാണ്. ശുക്രൻ. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യത്തെ യന്ത്രമനുഷ്യൻ ലൂണോ ഗോഡ് ആണ്. ലൂണോ ഗോഡ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യത്തെ യന്ത്രമനുഷ്യനാണ് ലൂണോ ഗോഡ്. കോൺഗ്രസിന്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിച്ചത് കഴ്സൺ പ്രഭുവാണ്. കോൺഗ്രസിന്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ്. ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്താണ്? ഗാന്ധിജിയുടെ അമ്മയുടെ പേര് പുത്ലിഭായ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അറിയപ്പെടുന്നത്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അറിയപ്പെടുന്നത് പിണ്ടിരി യുദ്ധം എന്നാണ്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അറിയപ്പെടുന്നത് പിണ്ടിരി യുദ്ധം. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറക്കിയ മലയാള ചിത്രം ഏതാണ്? മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറക്കിയ മലയാള ചിത്രമാണ് 1921. 1921. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഇനി വരുന്നത് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.